ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്യാരറ്റ് സാഗോ പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഈ വിഷുവിനൊക്കെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പായസം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം വേണ്ടത് ചവ്വരിയാണ്. ഞാനിവിടെ ഒരു 1/4 കപ്പ് ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയിട്ടെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനായി നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കിയതിന് ശേഷം നന്നായിട്ട് ചവ്വരി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ ചവ്വരി നന്നായിട്ട് തന്നെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അടുത്തതായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് കാഷ്നട്ട് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. കാഷ്നട്ടും കിസ്മിസൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. കാഷ്നട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. കിസ്മിസും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇനി അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഇതിവിടെ രണ്ടും നന്നായിട്ട് ഇനി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി നെയ്യിൽ നിന്ന് ഇത് മാറ്റിയെടുക്കാം. ഇതിവിടെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേ നെയ്യിലേക്ക് തന്നെ 1/2 കപ്പ് സേമിയയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ളത് തിന്നായിട്ടുള്ള സേമിയയാണ്. തിന്നായിട്ടുള്ള സേമിയ ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും നല്ലത്. അത് നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് വറുത്തിട്ടെടുക്കാം. ഞാൻ റോസ്റ്റഡ് സേമിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് കുറച്ച് ടൈം ഒന്ന് വറുത്തെടുത്താൽ മതിയാകും. അല്ലെങ്കിൽ ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് കൂടുതൽ സമയം ഒന്ന് വറുത്തിട്ടെടുക്കേണ്ടതാണ്. ഇതിപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ക്യാരറ്റാണ്. ഞാനിവിടെ ഒരു വലിയ ക്യാരറ്റ് എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഗ്രേറ്ററിൽ വെച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിവിടെ 1 കപ്പുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും കൂടെ ചേർത്തതിന് ശേഷം ആ ക്യാരറ്റിൻ്റെ വെള്ളത്തിൻ്റെ അംശമെല്ലാം ഒന്ന് മാറി ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നതിൽ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ക്യാരറ്റെല്ലാം നന്നായിട്ട് തന്നെ വെള്ളത്തിൻ്റെ അംശമെല്ലാം മാറി നന്നായിട്ട് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ലിറ്റർ പാലാണ്. അത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. ആ ക്യാരറ്റും സേമിയയെല്ലാം ഈ പാലിൽ കിടന്ന് നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി പാൽ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതുവരെ കൈയെടുക്കാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് ആ സേമിയയും ക്യാരറ്റൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചവ്വരിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ആ വെള്ളത്തോടുകൂടി തന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. ഇതിപ്പോൾ ചവ്വരിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇനി ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്കിനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് പഞ്ചസാരയും മിൽക്ക് മെയ്ഡുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ 1/2 കപ്പ് പഞ്ചസാരയായിട്ട് ചേർത്ത് കൊടുത്താലും മതിയാകും. എന്നിട്ട് നന്നായിട്ട് ഇനി ആ പഞ്ചസാരയെല്ലാം ഒന്ന് മെൽറ്റായി വരുന്നതുവരെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. ഇതിവിടെ പഞ്ചസാരയെല്ലാം നന്നായിട്ട് ഇനി ഒന്ന് മെൽറ്റായി ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂം കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. തണുത്ത് വരുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിക്കായി വന്നോളും. നമുക്കിനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം വറുത്ത് വെച്ചിട്ടുള്ള കിസ്മിസും കാഷ്യൂം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് സാഗോ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ വിഷുവിനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് പുതിയ വീഡിയോയുമായി കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.